ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ക്രൈസ്തവ ഉത്തരങ്ങൾ. ചോദ്യം 4. മനുഷ്യാവതാരം എന്ന രഹസ്യം. ചോദ്യം: ദൈവം മനുഷ്യനായി യേശുക്രിസ്തുവിൽ അവതരിച്ചു എന്നതാണല്ലോ ഗലീലായൻ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന പ്രമേയം. ഒരു സ്ത്രീയിൽ നിന്ന് ജനിച്ച് എല്ലാ മനുഷ്യരെയും പോലെ ശൈശവം മുതൽ മരണം വരെ ജീവിച്ച ഒരു മനുഷ്യൻ തന്നെ ദൈവമാണെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പറയുന്ന വാക്കുകൾക്കുള്ള സാമാന്യ അർത്ഥം ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യവും സത്യസന്ധമായി പറയുവാൻ നമുക്കാവുകയില്ലല്ലോ. മാറ്റമില്ലാത്തവനായ ദൈവം മാറ്റമുള്ള മനുഷ്യനാവാൻ ദൈവമല്ലാതാകണം. ഇതൊക്കെ വിശ്വസിക്കുകയേ പറ്റൂ, തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിൽ എന്താണ് അർത്ഥം? വിശ്വസിക്കുകയാണെങ്കിലും എന്താണ് വിശ്വസിക്കുന്നതെന്ന് വിശ്വാസിക്കറിയേണ്ടേ? പൂർവാപരവിരുദ്ധമായ ആശയങ്ങൾ കൂട്ടിച്ചേർക്കുന്നതല്ലല്ലോ വിശ്വാസം എന്നത്. ഉത്തരം: 1. ദൈവത്തിൻ്റെ ആഴങ്ങൾ അളക്കാനാവില്ല. ഒരു യുക്തിമാലയാണ് ഈ ചോദ്യമെങ്കിലും 2 വാചകങ്ങളിൽ അതിൻ്റെ യുക്തി ചുരുക്കി പറയാം. ഒരേ സമയം ദൈവവും മനുഷ്യനും ആയിരിക്കുക എന്നത് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് അത് ആരോടും പറയാനും വയ്യ. ഇതാണ് പ്രശ്നം. അതിനുള്ള ഉത്തരം: നമുക്ക് ചിന്തിക്കാനാവാത്ത പലതും ദൈവത്തിനാകും എന്നതാണ്. മാലാഖ കന്യാമറിയത്തോട് പറഞ്ഞു, ഭാഗ്യവതി, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ലോകത്തെ അവൻ രക്ഷിക്കും. അതിന് മേരി നൽകിയ ഉത്തരം: ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുകയില്ലല്ലോ. അതിന് മാലാഖ ഉത്തരം നൽകി, മനുഷ്യന് സാധ്യമല്ലാത്തത് ദൈവത്തിന് സാധ്യമാണ്. ഇപ്പറഞ്ഞതാണ് ഇപ്പോഴത്തെ ചോദ്യത്തിനുള്ള അടിസ്ഥാനപരമായ ഉത്തരം. എങ്കിലും അതും തെറ്റിദ്ധരിക്കപ്പെടാം. ഉദാഹരണമായി, പുരുഷ സമ്പർക്കം കൂടാതെ മറിയം ഗർഭവതിയായെന്നും അങ്ങനെ ഈസാ നബി ജനിച്ചു എന്നും ദൃഢമായി വിശ്വസിക്കുന്നവരാണ് മുസ്ലിമുകൾ. ഖുർആൻ അത് ശക്തമായി പിന്താങ്ങുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ശക്തമായി ഈശോ ദൈവപുത്രനാണെന്ന് ഖുർആൻ നിഷേധിക്കുകയും ചെയ്യുന്നു. കാരണം ദൈവത്തിന് മക്കളുണ്ടാകാൻ വയ്യ എന്ന് ഖുർആൻ അനുശാസിക്കുന്നു. അപ്പോൾ മാലാഖയുടെ സന്ദേശം സ്വീകരിക്കണമോ വേണ്ടയോ? കാരണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്ന പുത്രൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണല്ലോ മാലാഖ പറഞ്ഞത്. അപ്പോൾ ആദ്യ ഭാഗം സ്വീകരിക്കുകയും രണ്ടാമത്തെ ഭാഗം നിഷേധിക്കുകയും ചെയ്യാൻ എന്താണ് കാരണം? ഭാഷയുടെ അർത്ഥവ്യത്യാസങ്ങൾ എന്നാണ് ഖുർആന്റെ വിശദീകരണം. അപ്പോൾ തലനാരിഴ കീറി വ്യാഖ്യാനിച്ചത് കൊണ്ട് മാത്രം പ്രശ്നം തീർക്കാൻ പറ്റില്ല എന്ന് വ്യക്തം. 2. അനിഷേധ്യ വസ്തുതകൾ. ഈശോയുടെ ജീവിതവും പ്രബോധനവും മരണവും ഉത്ഥാനവും അങ്ങനെ തൻ്റെ ജീവിതകഥ വിശദമായി പഠിക്കാൻ ഗലീലായൻ ശ്രമിച്ചു. താൻ ആരാണെന്നാണ് ഈശോ പറഞ്ഞത്? താൻ ആരാണെന്നാണ് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തിയത്? താൻ ആരാണെന്നാണ് തൻ്റെ ഉത്ഥാനം കൊണ്ട് തെളിയിച്ചത് എന്നൊക്കെ വിശദമായി പഠിച്ച ശേഷമാണ് നാം നിഗമനത്തിലെത്തിയത്. താൻ ആരാണെന്ന് ഈശോ പറഞ്ഞുവോ ആ ആൾ തന്നെയാണ് ഈശോ എന്ന്. അതായത് മനുഷ്യനായ ദൈവപുത്രനാണ് ഈശോ എന്ന്. തർക്കത്തിനിടയാക്കാത്ത കൂടുതൽ ലളിതമായ വാക്കുകളിൽ ഈ മഹാരഹസ്യം പറഞ്ഞൊപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർക്ക് സ്വാഗതം. പക്ഷേ പറഞ്ഞു വരുമ്പോൾ കാര്യം മാറിപ്പോകരുതെന്ന് മാത്രം. ഇന്ദ്രിയഗോചരമല്ലാത്ത എത്രയോ ശാസ്ത്രീയ രഹസ്യങ്ങളുണ്ട്. പ്രതീകാത്മകങ്ങളായ സങ്കേതങ്ങളുടെ ഭാഷയിലാണ് അവയെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ വ്യവഹരിക്കുക.
അതുപോലെ ദൈവിക മേഖലയിലെ ആവിഷ്കൃത സത്യങ്ങൾ പ്രകടിപ്പിക്കുവാൻ ഉപമാ സ്വഭാവമുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് ആവശ്യമാണ്. അവ സത്യത്തെ ദ്യോതിപ്പിക്കുന്നതോടൊപ്പം ഒളിപ്പിക്കുകയും ചെയ്യുന്നു. കാര്യം ഗ്രഹിക്കാതെ അവയെ വിമർശിക്കുന്നത് സൂക്ഷിച്ചു വേണം. അഞ്ജനമെന്നത് ഞാനറിയും, മഞ്ഞള് പോലെ വെളുത്തിരിക്കും എന്നുള്ള വിജ്ഞാനമായിരിക്കും അത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇക്തോസ് ബുക്സിൽ നിന്നും മറ്റ് എപ്പിസോഡുകളിൽ നിന്നുമുള്ള 4 വായനകളിൽ നിന്നും ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുക. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ഒന്നാം വായന ഗലീലയൻ അധ്യായം 5 നിന്ന് മംഗലവാർത്ത. റോമൻ ചക്രവർത്തി ഉത്തരവിട്ട സാർവത്രിക സെൻസസ് എന്ന ചരിത്ര സംഭവത്തിൽ പങ്കെടുത്ത ദരിദ്രരും അജ്ഞാതരുമായ യുവമിഥുനങ്ങളെക്കുറിച്ചാണിതുവരെ പറഞ്ഞു വന്നത്. പക്ഷേ ഗലീലിയിൽ പാർത്തിരുന്ന ഒരു എളിയ കന്യകയുടെ ആത്മാവിൻ്റെ നിഗൂഢങ്ങളായ ആഴങ്ങളിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നാണ് അതിന് ഗംഭീരമായ ഒരു പ്രസക്തി കൈവന്നത്. ഇവിടെ ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യബുദ്ധിക്ക് അജ്ഞാതവും അപ്രതിഹതവുമായ വിധത്തിൽ പരമമായ സ്വാതന്ത്ര്യത്തോടെ ദൈവം ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്ന അതിഗംഭീരമായ നിമിഷം. അതാണ് മംഗലവാർത്തയുടെ സന്ദർഭം. ബത്ലഹേമിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുൻപുള്ള വർഷം ഗലീലിയിലെ കുന്നുകൾക്കിടയിലുള്ള നസ്രത്തിലായിരുന്നു മേരിയും ജോസഫും കഴിഞ്ഞിരുന്നത്. അവരുടെ വിവാഹ വാഗ്ദാനം മാത്രമേ നടന്നിരുന്നുള്ളൂ. മേരിയുടെ മുൻപിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ആ മാലാഖ മേരിയോട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു. മേരി ആകെ സംഭ്രമിച്ചു വശായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഇതാ, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് ഈശോ എന്ന് പേര് നൽകണം. അവൻ വലിയവൻ ആയിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മാലാഖ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുവാനിരിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്ക 1 അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. പ്രസിദ്ധമായ ഈ രംഗം ഒട്ടനേകം ചരിത്രകാരന്മാർക്ക് കലാപരമായ പ്രചോദനം നൽകിയിട്ടുണ്ട്. ഈ രംഗം ഭാവനയിൽ കാണാൻ ശ്രമിക്കുന്ന ഏതൊരുവൻ്റെയും ഓർമ്മയിൽ പ്രശസ്തരും അപ്രശസ്തരുമായ കലാകാരന്മാർ വരച്ചിട്ടുള്ള അനേകം ചിത്രങ്ങൾ ഓടിയെത്തും. ഫ്ലോറൻസിലെ സുന്ദരമായ പൂന്തോട്ടത്തിൽ നിരനിരയായി നിൽക്കുന്ന സൈപ്രസ് മരങ്ങൾക്കിടയിൽ പുഞ്ചിരി പൊഴിയുന്ന പൂക്കളാൽ വലയം ചെയ്യപ്പെട്ട് കയ്യിൽ ഒരു ലില്ലിപ്പൂവുമായി മുട്ടുകുത്തി നമ്രശിരസ്കയായി അർദ്ധനിമീലിതാക്ഷിയായി നിൽക്കുന്ന മേരി. ചിത്രകാരന്മാർ അവരുടെ ഭാവനാവിലാസമനുസരിച്ച് ഈ രംഗത്തിന് പൊടിപ്പും തൊങ്ങലും നിറപ്പൊലിമയും പശ്ചാത്തല ഭംഗിയും അണയ്ക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചരിത്രപരമായ യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്തവയാണ് ഈ വർണ്ണശബളിമയും ആഡംബരവും എന്നതിന് സംശയമില്ല. മേരിക്ക് വെളിപ്പെടുത്തപ്പെട്ട മഹാരഹസ്യം
അഭൗമികമാണെങ്കിലും മാനുഷിക തലത്തിൽ അത് വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചു. മേരിയും ജോസഫും വിവാഹത്തിന് വാക്കുകൊടുത്തവരായിരുന്നു. വിവാഹസമ്മതം നടന്നു കഴിഞ്ഞാൽ വിവാഹത്തിന്റെ സകല ആനുകൂല്യങ്ങളും അവകാശങ്ങളും അനുഭവിക്കാൻ ഇരുവർക്കും സാധിക്കുമായിരുന്നു. തത്വത്തിൽ ലൈംഗിക വേഴ്ച ഇക്കാലയളവിൽ പൊതുവെ നിഷിദ്ധമായിരുന്നുവെങ്കിലും അത് വളരെ സാധാരണമായിരുന്നുവെന്ന് താൽമുദ് വായിച്ചാൽ കാണാം. യഥാർത്ഥ വിവാഹത്തിന് മുൻപുള്ള കാലത്ത് വിശ്വസ്തത പാലിക്കേണ്ടത് വലിയ ഒരു ബാധ്യതയായിരുന്നു. അവിശ്വസ്തത വ്യഭിചാരത്തിന് തുല്യമായ ക്രമക്കേടായിട്ടാണ് സമൂഹം കരുതിപ്പോന്നത്. ഭർത്താവ് ഭാര്യയെ പരസ്യമായി കുറ്റപ്പെടുത്തുകയാണെങ്കിൽ മരണം തന്നെയായിരുന്നു ഭാര്യ അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ. നിയമാവർത്തനം 12:23. മറിയവും ജോസഫും തമ്മിൽ വിവാഹസമ്മതം കഴിഞ്ഞിരിക്കെ അവർ ബന്ധപ്പെടുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാന വിധേയയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി പരിത്യജിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. എന്തെന്നാൽ അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. മത്തായി 1:18-20. മേരി മാലാഖയുടെ വാക്ക് വിശ്വസിച്ചതുപോലെ സ്വപ്നത്തിൽ തനിക്ക് വെളിപ്പെടുത്തപ്പെട്ടത് ജോസഫും സ്വീകരിച്ചു. അനുസരണശീലവും വിനയവും ഉള്ളവർക്ക് ദൈവിക ശക്തിയുമായി ബന്ധം പുലർത്താൻ കഴിഞ്ഞിരുന്ന പഴയ നിയമത്തിന്റെ ലോകത്തിലേക്ക് മേരിയും ജോസഫും കടന്നു ചെന്നു. പ്രത്യക്ഷത്തിൽ ധാരാളം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും താൻ വിവാഹം ചെയ്യാൻ ഉറച്ച പെൺകുട്ടിയെ ഉപേക്ഷിക്കാൻ തുനിയാതെ ദൈവം തന്നിൽ നിക്ഷേപിച്ച കയ്പ് നിറഞ്ഞ ജോലി വിശ്വസ്തയോടെ നിർവഹിച്ച ഈ മനുഷ്യന് ഒരു മഹത്വമുണ്ട്. ജോസഫിന് എതിരെ ലൗകികർ തൊടുത്തുവിടാറുള്ള പരിഹാസ ശരങ്ങൾക്കൊന്നും അന്തസ്സുറ്റ ആ സ്വഭാവോത്കർഷത്തിൽ തെല്ലും മങ്ങലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വരാനിരിക്കുന്ന അത്ഭുതത്തെ സ്ഥിരീകരിക്കുന്ന മറ്റൊരു അടയാളം കൂടി ഉണ്ടായി. മാലാഖ തുടർന്നു പറഞ്ഞു, ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസ്ബായും വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. തന്നെ സംബന്ധിക്കുന്ന ഈ കാര്യത്തിൻ്റെ വാസ്തവികതയെക്കുറിച്ച് ബോധ്യപ്പെടാനായി മേരി യൂദയായിലെ സക്കറിയാസിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവൾ സക്കറിയാസിൻ്റെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസ്ബായുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. അവൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരത്തിൻ്റെ ഫലവും അനുഗ്രഹീതനാകുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദനത്തിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്തോടെ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ സഫലമാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ആകുന്നു. ലൂക്ക 1:40-45. മേരിക്കും പ്രവചനത്തിൻ്റെ വരം ലഭിച്ചു. ഉദാത്തമായ ഒരു സ്തോത്രഗീതമാണ് എലിസ്ബായുടെ അഭിനന്ദനത്തിന് മറുപടിയായി മേരിയിൽ നിന്നും ഉയർന്നത്. യഥാർത്ഥ യഹൂദ പാരമ്പര്യത്തിന് ചേർന്നതായിരുന്നു ആ സ്തുതികീർത്തനം. വിശുദ്ധ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികളും വിവിധങ്ങളായ ഇമേജുകളുടെ താളാത്മകതയും ആ സങ്കീർത്തനത്തെ അന്യാദൃശ്യവും അവിസ്മരണീയവും ആക്കി തീർക്കുന്നു. ശാമുവേലിൻ്റെ അമ്മ അന്നായും സങ്കീർത്തനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷേ മേരിയുടെ സ്തോത്രഗീതം തന്നെയാണ് സങ്കീർത്തനങ്ങളുടെ മകുടം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷം
വിനയത്തിൻ്റെ അഗാധതയിൽ നിന്ന് മേരി പ്രകടിപ്പിക്കുന്ന ആ സ്തുതികീർത്തനം ലോകസാഹിത്യത്തിനു തന്നെ വലിയ ഒരു മുതൽക്കൂട്ടാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇതാ, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ ഉണ്ടായിരിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ടു ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്നും താഴെ ഇറക്കുകയും വിനീതരെ ഉയർത്തുകയും ചെയ്തു. അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തിനോടും സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനത്തിൽ പ്രകടിപ്പിച്ച കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സംരക്ഷിച്ചു. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ലൂക്ക 1:46-55. മേരിയുടെ കന്യാത്വം. സുവിശേഷത്തിൻ്റെ കവാടത്തിൽ തന്നെ മേരിയുടെ ആകർഷണീയമായ വ്യക്തിത്വമാണ് നമ്മെ എതിരേൽക്കുന്നത്. അലൗകികമായ പരിശുദ്ധിയുടെ മൂർത്തിഭാവമാണ് മേരി. സാർവജനീനമായ മാതൃസ്നേഹത്തിൻ്റെ ആദർശവും കന്യാമേരി തന്നെ. കനികാമാതാവിനോടുള്ള ഭക്തി ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ കാതലായ ഒരു ഭാഗമാണ്. അനേകം കലാകാരന്മാർ മാതാവിനെ അവരുടെ കലാസൃഷ്ടികളുടെ പ്രമേയമാക്കി. പാരീസ്, ആമിയൻസ്, റൈം, ഫ്ലോറൻസ്, കൊളോൺ എന്നിവിടങ്ങളിലെ ഉത്തുംഗ ഗംഭീരങ്ങളായ കത്തീഡ്രലുകൾ കനികാമാതാവിനോടുള്ള മഹത്തായ സ്മാരകങ്ങളാണ്. ലൂർദിലും ഫാത്തിമായിലും തിങ്ങിക്കൂടുന്ന തീർത്ഥാടകർ ദൈവമാതാവിലുള്ള അടിയുറച്ച വിശ്വാസത്തെ അല്ലേ പ്രകീർത്തിക്കുന്നത്? അത്യുന്നതൻ്റെ ഇഷ്ടഭാജനമായി തീർന്ന ഈ വിനയസമ്പന്നയായ കന്യകയോടുള്ള ഭക്തി ആദരങ്ങൾ ക്രൈസ്തവ പാരമ്പര്യത്തിലെ ഏറ്റവും ഭാവപുഷ്കലവും വികാരാർദ്രവുമായ ഒരു വശമാണ്. വാസ്തവത്തിൽ നമ്മുടെ ശൈശവത്തിനു ശേഷം നമുക്ക് കൈമോശം വന്നുപോയ ആദിമ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ നമുക്കുള്ള അദമ്യമായ ആഗ്രഹത്തിൻ്റെ നിദർശനമാണ് ഈ ഭക്തി. ഒരിക്കലും ആ ആഗ്രഹം പൂവണിയുകയില്ലെങ്കിലും ജീവിതത്തിലെ ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളിലും നാം അത് കെടാതെ കൊണ്ടു നടക്കുന്നു. വേഡ്സ്വർത്ത് പറഞ്ഞതുപോലെ, നിലം പതിച്ച നമ്മുടെ മനുഷ്യ സ്വഭാവത്തിന് അഭിമാനിക്കാവുന്ന ഏക വ്യക്തിയാണ് കനികാമേരി. മേരിയുടെ വ്യക്തിത്വത്തിന് ചുറ്റും ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ധാരാളം ഉണ്ടായി എന്നത് തികച്ചും സ്വാഭാവികമാണ്. ഈ കഥകൾക്ക് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്, പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടിയിട്ടുള്ളവയാണെങ്കിലും. കാരണം കലയും സാഹിത്യവും ഈ കഥയിൽ നിന്ന് ധാരാളം പ്രമേയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. സുവിശേഷാഖ്യാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ കഥകളുടെ ലോകം. അന്ന 3 പ്രാവശ്യം വിവാഹം കഴിച്ചതായി ഐതിഹ്യം പറയുന്നു. ഈ 3 വിവാഹങ്ങളിലായി അവർക്ക് 3 പെൺമക്കളുണ്ടായി, 3 മേരിമാർ. ജവാക്കിമിൻ്റെ മകൾ, ക്ലിയോഫാസിൻ്റെ മകൾ മേരി സലോമി. ഇവർ ഈശോയെ എപ്പോഴും അനുഗമിച്ചിരുന്നു. ജോസഫിൻ്റെയും മേരിയുടെയും വിവാഹത്തിൻ്റെ അവസരത്തിലും അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. പ്രധാന പുരോഹിതൻ യൂദായുടെ ഗോത്രത്തിലെ എല്ലാ പുരുഷന്മാരോടും ദേവാലയത്തിൽ സമ്മേളിക്കാൻ ആജ്ഞാപിച്ചു. അവരെല്ലാവരും ഓരോ വടിയും ലിബറൽ പണ്ഡിതന്മാരും അവരുടെ ചുവട് പിടിച്ച് അത്ര പണ്ഡിതന്മാരല്ലാത്ത ചില എഴുത്തുകാരും
മേരിയുടെ കന്യാത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പല വിശദീകരണങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കേരളത്തിലെ ചില പത്രങ്ങളിൽ അടുത്ത കാലത്ത് ചിലർ പണ്ഡിത വേഷം കെട്ടി ഇത്തരം ചില വാദങ്ങൾ പൊതുജനങ്ങൾക്ക് വിളമ്പുകയുണ്ടായി. ഗ്രീക്ക് മിത്തുകളിലും മറ്റു പൗരസ്ത്യ പുരാണങ്ങളിലും അത്ഭുതകരമായ ജനനത്തിന്റെ കഥകൾ ധാരാളമുണ്ട്. ഈ വിശദീകരണങ്ങൾക്കെല്ലാം മറുപടിയായി സത്യാന്വേഷിയായ ക്രൈസ്തവ നിരൂപകന് ഒന്നേ പറയാനുള്ളൂ: മറ്റ് മിത്തുകളും ഇതര മതങ്ങളുമായുള്ള സാമ്യം വെച്ച് മറ്റ് ഏതൊരു ചരിത്ര പുരുഷന്റെ ജനനത്തിനും വിശദീകരണങ്ങൾ നൽകാവുന്നതാണ്. ഉദാഹരണത്തിന്, ഇതേ രീതി അവലംബിച്ച് നെപ്പോളിയന്റെ ജീവചരിത്രം ഒരു തരം സൂര്യന്റെ മിത്ത് ആണ് എന്ന് സ്ഥാപിക്കാം. സിയൂസ് ദേവൻ ഒരു മൂരിക്കുട്ടനായോ അരയന്നമായോ മാറുന്നതിൻ്റെയും സിയൂസ് ആകുന്ന സ്വർണമഴയിൽ കുളിച്ചപ്പോൾ ഡാനെ ഗർഭവതിയാകുന്നതിൻ്റെയും വിവരണങ്ങൾ എവിടെ? ലൂക്കായുടെ ഗൗരവം നിറഞ്ഞ സുവിശേഷാഖ്യാനം എവിടെ? ഇവ രണ്ടും ഒരേ തരത്തിലുള്ളതാണെന്ന് ശഠിക്കുന്നത് തികച്ചും ബാലിശം തന്നെ. മുമ്പേ തന്നെ അസ്തിത്വമുള്ള ഒരു ദൈവം മനുഷ്യനായി അവതരിക്കുക എന്ന ആശയം മധ്യപൂർവ്വ ദേശത്തെ ഒരു ജനപദത്തിൻ്റെയും മിഥോളജിയിലില്ല. വിദേശീയമായ സ്വാധീനങ്ങളെ കടുത്ത ശത്രുതയോടും സംശയത്തോടും കൂടി വീക്ഷിച്ചിരുന്ന യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾ വിഗ്രഹാരാധകരെന്ന നിലയിൽ അവർ പുച്ഛത്തോടെ ഒരു വെളിപ്പാട് അകലത്തിൽ നിർത്തിയവരിൽ നിന്ന് അവരുടെ കെട്ടുകഥകളും ഐതിഹ്യങ്ങളും കടം വാങ്ങി സാംശീകരിച്ചു എന്നത് ഒട്ടും സംഭവ്യമല്ല. ഏശയ്യായുടെ പ്രവചനത്തിന് നൽകുന്ന അതിവിദഗ്ധമായ വ്യാഖ്യാനവും അബദ്ധജടിലമാണ്. ഒന്നാമതായി, അൽമ എന്ന എബ്രായ പദത്തിന്റെ നിഷ്കൃഷ്ടമായ അർത്ഥം ഇപ്പോഴും വിവാദ വിഷയമാണ്. തങ്ങളുടെ ആഖ്യാനങ്ങൾക്ക് താങ്ങായി പ്രാചീനങ്ങളായ പ്രവചനങ്ങൾ ഉദ്ധരിക്കുന്നതിൽ സുവിശേഷകന്മാർ ഔത്സുക്യം കാണിക്കുന്നുണ്ടെന്ന് വെച്ച് ആ പ്രവചനങ്ങൾ പൂർത്തിയാക്കപ്പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം മെനഞ്ഞെടുത്തവയാണ് അവരുടെ വിവരണങ്ങൾ എന്ന് സിദ്ധിക്കുന്നില്ല. എത്ര വാദിച്ചാലും ഇക്കാര്യത്തിൽ ഒന്നും തെളിയിക്കാനായില്ലെന്നും വരും. സാധാരണ വാദപ്രതിവാദങ്ങളുടെ രീതികൾക്ക് വഴങ്ങുന്നതല്ല ഈ പ്രമേയം. ഈശോയുടെ അത്ഭുത ജനനത്തെയും സദൃശ്യങ്ങളായ മറ്റു വസ്തുതകളെയും കുറിച്ച് തോമസ് അക്വീനാസ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് നാം ഓർമ്മിച്ചു പോവുക. അവ വിശ്വാസത്തിന്റെ അടയാളങ്ങളല്ല, പ്രത്യുത നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയങ്ങളാണ്. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ അത് ബാഹ്യമായ ഒരു ഇടപെടൽ, അത് സാക്ഷാൽ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ആയാൽ പോലും കൊണ്ടു നടക്കില്ല. മനുഷ്യന്റെ ശ്രമവും സമ്മതവും കൂടിയേ തീരൂ. പക്ഷേ അത്യുന്നതന്റെ ഇഷ്ടത്തിന് ചേർന്നതേ സംഭവിക്കൂ. കന്യകാമേരിയുടെ പുത്രൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശയ്യായുടെ പ്രവചനത്തിന്റെ അർത്ഥം ഇതാണ്. മേരിയുടെ മകനെ ഈശോ എന്ന് വിളിക്കണം എന്ന് ദൈവദൂതൻ പറയുന്നതിന്റെ സാരവും ഇതുതന്നെ. ഇമ്മാനുവേൽ എന്ന പദത്തിന് ദൈവം നമ്മോട് കൂടെ എന്നും ഈശോ എന്നതിന് യഹോവയാണ് നമ്മുടെ സഹായം എന്നും ആണ് അർത്ഥം. ഈ രണ്ടു പേരുകളും ഒന്നിച്ചു വായിക്കുമ്പോൾ എന്താണ് തെളിയുന്നത്? യുഗങ്ങളുടെ പ്രതീക്ഷയായ രക്ഷകനാണ് അത്ഭുതകരമായ വിധത്തിൽ ജനിച്ചിരിക്കുന്നത് എന്നു തന്നെ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. രണ്ടാം വായന ഗലീലയൻ അധ്യായം 18 നിന്ന്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ക്രിസ്തുവിൻ്റെ ചരിത്രം ഇത്രയും വിശദമായി അവതരിപ്പിച്ച ശേഷം ക്രിസ്തു ആരാണ് എന്ന ചോദ്യം അപ്രസക്തമാണെന്ന് തോന്നിയേക്കാം.
പക്ഷേ യുക്തിവാദത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ദൃഷ്ടിയിൽ ഒരു കാര്യം സത്യമാണെന്ന് തെളിഞ്ഞാലും ചില സത്യങ്ങൾ നമ്മുടെ ജീവിതാനുഭവത്തിൽ ഉയർക്കൊള്ളാത്തിടത്തോളം കാലം അവ നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമായി നിലകൊള്ളും. ഈ ക്രിസ്തുചരിതം ഇവിടം വരെ വായിച്ചിട്ടുള്ള ഒരാൾക്ക് ഈശോയുടെ നേരെ നിസ്സംഗത പാലിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആത്മാവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട് മുൻവിധികൾ കൂടാതെ ആ വ്യക്തിത്വത്തെ സമീപിച്ചിട്ടുള്ള ഒരാൾക്ക് ഈശോയുടെ നേർക്ക് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുക അസാധ്യമാണ്. ക്രിസ്തു സംഭവത്തിൻ്റെ പ്രാമാണികതയും വിശ്വാസ്യതയും തടുത്തു നിർത്താൻ വയ്യാത്ത ഒരു ഭാരം പോലെ ബുദ്ധിയെയും മനസ്സിനെയും ഞെരുക്കുന്നതായി അനുഭവപ്പെട്ട് അസ്വസ്ഥരാകുന്നവരുണ്ട്. വാസ്തവത്തിൽ ആ അസ്വസ്ഥത അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ആ മാനസികാവസ്ഥയിലും അവർ സ്വയം പറഞ്ഞേക്കും, ഇല്ല, ഇത് സത്യമാകാൻ വയ്യ, ഇതിനൊക്കെ വേറൊരു വിശദീകരണമുണ്ടാകണം എന്നൊക്കെ. കാരണം തങ്ങളുടെ ജീവിത സങ്കല്പങ്ങളുമായി ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിന് അവരുടെ ജീവിതത്തിൽ പ്രസക്തിയുള്ളതായി അവർക്ക് അനുഭവപ്പെടുന്നില്ല. വാസ്തവത്തിൽ ക്രിസ്തു സംഭവത്തിൻ്റെ പ്രാമാണികതയും വിശ്വാസ്യതയും അംഗീകരിക്കുന്ന ഒരാൾ അതേസമയം ആ വ്യക്തിയിൽ വിശ്വാസം അർപ്പിക്കാതിരുന്നെങ്കിൽ അയാൾ സ്വയം വഞ്ചിക്കുകയാണെന്നു പറയാം. പക്ഷേ ഈശോയുടെ വ്യക്തിത്വത്തിനു നേരെ താൻ പ്രദർശിപ്പിക്കുന്ന ഈ വിമുഖതയ്ക്ക് യുക്തിസഹമായ ഒരു അന്തിമ വിശദീകരണം നൽകാൻ അയാൾക്ക് കഴിഞ്ഞെന്നു വരില്ല. അതിൻ്റെ വേരുകൾ കിടക്കുന്നത് കൂടുതൽ ആഴത്തിലാവാം. ജീവിതത്തിനു നേരെ പുതിയ ഒരു വീക്ഷണ ബിന്ദു സ്വീകരിക്കാനോ ജീവിതത്തിൽ ഒരഴിച്ചുപണി നടത്താനോ ഒരു കാരണവശാലും വയ്യ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞതാവാം അതിൻ്റെ കാരണം. ക്രിസ്തുവിനു സാക്ഷ്യം വഹിക്കുന്നവരിൽ ക്രിസ്തുവിൻ്റെ ഛായ ദർശിക്കുവാൻ സാധിക്കാത്തതും പലർക്കും വലിയ പ്രശ്നമാകുന്നുണ്ട്. ഓരോരുത്തരും അവനവൻ്റേതായ ആത്മനിഷ്ഠമായ മനോഭാവങ്ങളുണ്ടാകാം. അവയ്ക്കുള്ള ഉത്തരവാദിത്വം അവരവർക്കു തന്നെയാണ്. പക്ഷേ നമ്മുടെ മുമ്പാകെയുള്ള വസ്തുതകളെ വിശകലനം ചെയ്യാനും ക്രിസ്തു സംഭവമെന്ന പ്രതിഭാസത്തെ നേരാവണ്ണം വിലയിരുത്തുവാനും സുബുദ്ധിയുള്ള ഏതു മനുഷ്യനും കടമയുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്തു യഥാർത്ഥത്തിൽ ആരായിരുന്നു? എന്തായിരുന്നു ആ മനുഷ്യൻ്റെ പ്രസക്തി? അദ്ദേഹത്തിന് വേണ്ടത് എന്തായിരുന്നു? ആ മനുഷ്യൻ ആത്മാഹൂതി ചെയ്യാൻ എന്താണ് കാരണം എന്നൊക്കെ നാം ചോദിക്കുന്നത് സത്യം അറിയണമെന്ന മനുഷ്യ സഹജമായ അഭിവാഞ്ച കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിത സാഫല്യം ഈശോയിലൂടെ വേണം സാധിക്കുവാനെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് കൊണ്ടുമാണ്. എങ്കിലും ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും അവയ്ക്ക് ഉത്തരം പറയാൻ ശ്രമിക്കുന്നതും വലിയൊരു സാഹസമാണെന്ന് സമ്മതിക്കണം. ഉന്നതമായ ഏതെങ്കിലും വിജ്ഞാന സ്രോതസ്സിൻ്റെ പിൻബലത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം നിർദ്ധാരണം ചെയ്തു കളയാം എന്നുറച്ച് നാം ഇറങ്ങി പുറപ്പെടുകയല്ല. മറ്റാർക്കും ലഭ്യമല്ലാത്ത വിജ്ഞാനമുണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാനും വയ്യ. പക്ഷേ സുവിശേഷങ്ങളിലെ ഈശോയുടെ മുഖത്തു നിന്ന് പ്രസരിക്കുന്ന പ്രകാശം തന്നെ നമുക്ക് വീക്ഷിക്കാം. ആ വ്യക്തിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഈ ജീവചൈതന്യം തങ്ങളുടെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങിയ മനുഷ്യരുടെ സാക്ഷ്യം സ്വീകരിക്കാൻ നമുക്ക് സന്നദ്ധരാവാം. സുവിശേഷങ്ങളിൽ അനാവൃതമാവുന്ന ഈശോയുടെ വ്യക്തിത്വം മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. തന്നെപ്പറ്റി ഈശോയ്ക്കുണ്ടായിരുന്ന അവബോധം എന്തായിരുന്നു? സുവിശേഷങ്ങൾ അതേപ്പറ്റി നൽകുന്ന സാക്ഷ്യം എന്താണ്? മറ്റാരേക്കാളും നന്നായി ഒരു മനുഷ്യനെ അറിയുന്നത് അയാൾ തന്നെയാണല്ലോ. അയാൾ സ്വയം എന്ത് വെളിപ്പെടുത്തുന്നുവോ അത്രമാത്രമേ ഇതർക്ക് അയാളെപ്പറ്റി അറിയാൻ സാധിക്കൂ. ഒരു മനുഷ്യൻ്റെ സ്വൽമബോധം, സെൽഫ് കോൺഷ്യസ്നസ്, അയാളുടെ യഥാർത്ഥ ചെയ്തികളുടെ ഗുണവും തമ്മിലുള്ള അനുയോജ്യത നോക്കിയാണ് നാം ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നത്.
മനുഷ്യനെ അറിയാൻ ഇതല്ലാതെ വേറൊരു മാർഗവുമില്ല. സ്വത്വബോധം മനുഷ്യൻ്റെ അഖണ്ഡ വ്യക്തിത്വത്തിൻ്റെ അനിഷേധ്യ ഭാഗമാണ്. അവൻ്റെ വാക്കുകളിലും പെരുമാറ്റ രീതികളിലുമാണ് സ്വത്വബോധം വെളിപ്പെടുന്നത്. പാരമ്പര്യം, സിദ്ധികൾ, സാധന, അനുഭവങ്ങൾ, കഷ്ടപ്പാടുകൾ, മോഹങ്ങൾ, മോഹഭംഗങ്ങൾ, വിശ്വാസങ്ങൾ എന്നിങ്ങനെ ആ വ്യക്തിത്വ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളവയുടെയെല്ലാം ആകത്തുകയാണ് ഈ സ്വത്വബോധം. തന്നെപ്പറ്റി ഒരുവനുള്ള അവബോധവും അവൻ്റെ പ്രവൃത്തികളും തമ്മിൽ അനുരൂപ്യമുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആരാണെന്ന് വിലയിരുത്തുവാൻ സുരക്ഷിതമായൊരു മാനദണ്ഡമാണ് അതെന്ന് പറയാം. ഈശോ എന്ന വ്യക്തിത്വത്തെ വിലയിരുത്തുന്നതിലും ഈ രീതി തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഈശോയുടെ മനുഷ്യത്വമാണ് അവരിൽ സ്വാധീനം ചെലുത്തിയത്. രക്ഷകനിൽ യഥാർത്ഥ ദൈവദാസനെയും ദൈവപുത്രനെയും ഒരേ സമയം ദർശിക്കുന്നതിൽ അവരുടെ യഹൂദ സാംസ്കാരിക പൈതൃകം വലിയ പ്രതിബന്ധമായിരുന്നു. അവരുടെ മനോഭാവത്തെക്കുറിച്ച് സുവിശേഷം ഇങ്ങനെ പറയുന്നു: അവരുടെ ഹൃദയം അന്ധമായിരുന്നു. ഈശോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഉപയോഗിച്ച ഏറ്റവും വലിയ വിശേഷണ പദം പ്രവാചകൻ ആയിരുന്നു. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈശോ ആരായിരുന്നു എന്ന് എമ്മാവൂസിലെ ശുദ്ധ മനസ്കരായ ശിഷ്യന്മാർ പറയുന്നത് ഓർക്കുക. അദ്ദേഹം ദൈവത്തിൻ്റെയും എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ലൂക്ക 24:19. ഈശോയെ സംബന്ധിച്ച അവരുടെ അന്ധതയുടെയും ചിന്താക്കുഴപ്പത്തിൻ്റെയും പടുകുഴിയിൽ നിന്ന് അവരെ പെട്ടെന്ന് അവിടുത്തെ ദൈവികതയിലുള്ള വിശ്വാസത്തിൻ്റെ കൊടിമുടിയിലേക്ക് ഉയർത്തിയത് ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പിന്നീട് അപ്പസ്തോലന്മാരെല്ലാവരും, പ്രത്യേകിച്ച് പത്രോസ്, ഉയിർപ്പാണ് തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിത്തറയെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. എമ്മാവൂസിൽ നിന്ന് തിരിച്ചു വന്ന ശിഷ്യരോട് 11 അപ്പസ്തോലന്മാർ വിളിച്ചു പറഞ്ഞു: കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് ശിമയോന് പ്രത്യക്ഷനായി. ലൂക്ക 24:34. ഉത്ഥാനം ചെയ്ത ഈശോയെ തടാകക്കരയിൽ വച്ചു കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു: അത് കർത്താവാണ്. ഉയർത്തവന്റെ മുറിവുകൾ കണ്ടപ്പോൾ തോമ പറഞ്ഞു: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യോഹന്നാൻ 20:28. ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് പൗലോസ് ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? മുമ്പ് ഈശോയുടെ പ്രഭ ചിതറുന്ന മാനുഷിക രൂപം കണ്ട് അപ്പസ്തോലന്മാരുടെ കണ്ണഞ്ചിപ്പോയെങ്കിൽ ഇപ്പോൾ അവരുടെ ബോധത്തിൽ ആഴ്ന്നിറങ്ങുന്നത് ദൈവികതയുടെ ആദി രൂപമാണ്. ഇപ്പോൾ അവരുടെ മധ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ഉത്ഥാനം ചെയ്ത ആളെ കാണുമ്പോൾ ആ ദൈവികതയാണ് അവരുടെ അവബോധത്തിന്റെ കേന്ദ്രസ്ഥാനത്ത്. ഇനി ദൈവികതയിലൂടെയാണ് അവിടുത്തെ മനുഷ്യത്വത്തെ അവർ ഗ്രഹിക്കുക. അപ്പസ്തോലന്മാരെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ പ്രഭാതത്തിലുണ്ടായ അനുഭവം ഈശോ എന്ന സമസ്യയുടെ അന്തിമ വിശദീകരണമായിരുന്നു. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ഇമേജിന് നിർണായകമായ ആഴം നൽകിയ അനുഭവമായിരുന്നു അത്. കാൽവരിക്കുന്നിലെ ദൈന്യത്തിന്റെ മൂർത്തിഭാവമായ മനുഷ്യരൂപത്തെക്കുറിച്ചുള്ള അവരുടെ ഓർമ്മകളെല്ലാം ദൈവികതയെക്കുറിച്ചുള്ള പുതിയ അറിവുകളിൽ അലിഞ്ഞു ചേർന്നു. 40 ദിവസത്തേക്ക് അവിടുന്ന് ഈ ഭൂമിയിലുണ്ടായിരുന്നു. ശിഷ്യർക്ക് പ്രത്യക്ഷനായി. അവരോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്തു. ആ അഭൗമ സാന്നിധ്യത്തിന്റെ അമാനുഷിക ശക്തി അവരുടെ ആത്മാവിന്റെ കഴിവുകളെയെല്ലാം ദൈവമായ ക്രിസ്തുവിലേക്ക് തിരിച്ചു. പുതിയൊരു ജീവിത വീക്ഷണം അവർക്ക് ലഭിച്ചു. ഈശോയുടെ സന്ദേശത്തിന്റെ സാരസർവസ്വം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. യഹൂദ ചിന്തയുടെ പരിമിതികൾക്കപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞു. ഫരിസേയരും സദൂക്കായരും തമ്മിലുള്ള വാഗ്വാദങ്ങൾ, ശാബത ദിനാചരണത്തിന്റെ കർക്കശതകൾ, മോസസിന്റെ നിയമം ഇവയൊന്നുമല്ല പ്രധാനം. തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഈശോയ്ക്കുണ്ടായിരുന്ന ബോധം മനസ്സിലാക്കാൻ
സുവിശേഷത്തിൽ തന്നെ നാം അന്വേഷിച്ചു. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഏത് ചർച്ചയുടെയും അടിസ്ഥാനം ആ സ്രോതസ്സുകൾ തന്നെയാണല്ലോ. തൻ്റെ ഉള്ളിൽ നടന്നിരുന്നതെന്താണെന്ന് ഈശോയ്ക്ക് മാത്രമേ അറിയാൻ കഴിയുമായിരുന്നുള്ളൂ. തന്നെ സംബന്ധിക്കുന്ന ദൈവിക രഹസ്യത്തെക്കുറിച്ച് സാക്ഷ്യം നൽകാൻ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. ഈ രഹസ്യത്തിൻ്റെ സമ്പന്നതകൾ ഗ്രഹിക്കാനും മറ്റുള്ളവർക്ക് തങ്ങളുടെ ഉൾക്കാഴ്ചകൾ പങ്കുവയ്ക്കാനും ചെയ്ത ശ്രമത്തിൽ സമകാലീനങ്ങളായ ആശയോപാധികളെയും ശൈലികളെയും അവർ ഉപയോഗപ്പെടുത്തിയത് തികച്ചും സ്വാഭാവികമാണ്. ക്രിസ്തുവിൻ്റെ ഇമേജ് വ്യാഖ്യാനിക്കാനും അതിന്മേൽ കൂടുതൽ വെളിച്ചം വീശാനും മറ്റാരേക്കാളും കൂടുതലായി യത്നിച്ചത് പൗലോസും യോഹന്നാനുമാണ്. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൗലോസിൻ്റെ പ്രസ്താവങ്ങൾക്ക് യോഹന്നാൻ്റെതിനേക്കാൾ പല ദശകങ്ങൾ പഴക്കമുണ്ട്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. മൂന്നാം വായന ഹിന്ദു ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 16 നിന്ന്. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വിശ്വാസം. അവസാനം ഒരാൾ സലീം ഉറച്ച സ്വരത്തിൽ തൻ്റെ അഭിപ്രായം അറിയിക്കാനായി എഴുന്നേറ്റു. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ അവതരിപ്പിക്കപ്പെട്ട ചിന്തകൾ വിശാല ഹൃദയത്തോടെ ഉൾക്കൊള്ളാൻ ഞാൻ അങ്ങേയറ്റം പരിശ്രമിക്കുകയായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത ഉറക്കെ പറയാതിരിക്കാൻ വയ്യ. ഇതേവരെ പറഞ്ഞു കേട്ടതിലൊക്കെ എന്തോ ഒരു വലിയ തെറ്റിദ്ധാരണ ഒളിഞ്ഞുകിടപ്പുണ്ട്. എനിക്കത് മുഴുവൻ വിശദീകരിക്കാൻ അറിയില്ലെങ്കിലും ഇതിലൊക്കെ ഒരു കാരണവശാലും എനിക്ക് അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം ഇതാണ്: യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വിശ്വാസം. ദൈവപുത്രൻ എന്ന വാക്ക് അക്ഷരാർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അത് അസംബന്ധമാണ്. കാരണം ദൈവത്തിന് മക്കളുണ്ടാവാൻ വയ്യ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ അല്ല, ആലങ്കാരികമായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇതുവരെ പറഞ്ഞതൊക്കെ അർത്ഥശൂന്യമാണ്. ഹാളിൽ അവിടെവിടെയായി ചെറുതായൊരു കയ്യടി. വളരെ പേർ പരസ്പരം നോക്കി സലീം പറഞ്ഞത് ശരിയാണല്ലോ എന്ന മട്ടിൽ തല കുലുക്കി. പലരും എന്തോ പറയാനുണ്ടെന്ന മട്ടിൽ കൈപൊക്കി. ഫാദർ വിവേക് ഒരാളോട് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനുമാണെങ്കിലും സലീം പറഞ്ഞ ചോദ്യങ്ങൾ എന്നോടും ചിലർ ചോദിച്ചപ്പോഴൊക്കെ എന്ത് ഉത്തരം പറയണമെന്ന് അറിയാതെ ഞാനും പലപ്പോഴും കുഴങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം നൽകേണ്ടത് ആവശ്യമാണ്. ഫാദർ വിവേക് ശാന്തതയോടെ പ്രതികരിച്ചു. നമ്മുടെ അവതരണം കഴിഞ്ഞിട്ടില്ലല്ലോ. എത്ര വിശദീകരിച്ചാലും യുക്തി കൊണ്ട് തെളിയിക്കാവുന്ന ഒരു കാര്യമല്ലെങ്കിലും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമാണിതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തുടർന്നു വരുന്ന ഭാഗം കേട്ടുകഴിയുമ്പോൾ ഉത്തരം കുറെ കൂടി ഗ്രാഹ്യമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോഴേ തന്നെ ഞാൻ ഒരാശയം നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. സലീം പറഞ്ഞു, ഈശോ ദൈവപുത്രനാണെന്ന് ഒന്നുകിൽ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ രൂപകാർത്ഥത്തിൽ മനസ്സിലാക്കണമല്ലോ എന്ന്. പക്ഷേ ഞാൻ പറയുന്നു, ഈ രണ്ടർത്ഥങ്ങളും കൂടി ചേർന്ന ഒരർത്ഥത്തിലാണ് വിഷയകമായ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന്. നമ്മുടെ ബുദ്ധി പരിമിതമാണ്. ദൈവികമായ യാതൊന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതേസമയം തന്നെ സത്യമായ വിധത്തിൽ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിയില്ലെന്ന് പറയുന്നതിനോട് സമമാണ്. വാസ്തവത്തിൽ നാം ഉപയോഗിക്കുന്ന വാക്കുകൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമായ ഭൗതിക തലത്തിൽ രൂപം കൊണ്ടിട്ടുള്ളവയാണ്. ഐന്ദ്രിക അനുഭവത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന ആശയങ്ങളാണല്ലോ വാക്കുകളുടെ ഉള്ളടക്കം. ഇന്ദ്രിയാതീതമായ ആശയങ്ങൾ ഈ വാക്കുകളിലൂടെ തന്നെ വേണം നമുക്ക് പ്രകടിപ്പിക്കാൻ.
ഐന്ദ്രിക അനുഭവത്തിൽ നിന്നും രൂപം കൊള്ളുന്ന ആശയങ്ങളാണല്ലോ വാക്കുകളുടെ ഉള്ളടക്കം. ഇന്ദ്രിയാതീതമായ ആശയങ്ങൾ ഈ വാക്കുകളിലൂടെ തന്നെ വേണം നമുക്ക് പ്രകടിപ്പിക്കാൻ. അതുകൊണ്ടാണ് പലപ്പോഴും അവ്യക്തതകളും തൽഫലമായി തർക്കങ്ങളും മുളയെടുക്കുന്നത്. ക്രിസ്തുവിഷയകമായ വിരുദ്ധ വീക്ഷണങ്ങൾ ഈശോ ജീവിച്ചിരിക്കെ തന്നെ തുടങ്ങിയതാണ്. ഇവൻ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് പരിഹസിച്ച യഹൂദ പ്രമാണികൾ മുതൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ വരെ ക്രിസ്തുവിനെ കുറിച്ച് ഈ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അവയെപ്പറ്റി ഒരു ചെറിയ അവലോകനമാണ് നാം ഇനിയും കേൾക്കാനിരിക്കുന്നത്. വായന തുടർന്നു. വിരുദ്ധ വീക്ഷണങ്ങൾ. ലോകചരിത്രത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിത്വമില്ല. ആ വ്യക്തിത്വത്തെ നിഷേധിക്കാനായാലും മനസ്സിലാക്കാനായാലും പണ്ഡിതരും പാമരരും ഒരുപോലെ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് യുക്തിസഹമായ വിശദീകരണങ്ങൾ നൽകാനുള്ള പരിശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചക്രവർത്തിയായ മാർക്കസ് ഔറേലിയസ് മുതൽ 19-ാം നൂറ്റാണ്ടിലെ ലിബറൽ വിമർശകരുടെ വിവിധ തിയറികളും കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടിലെ രൂപചരിത്ര നിരൂപണവും ഫോം ക്രിറ്റിസിസം, അങ്ങനെ മനുഷ്യചേതനയ്ക്ക് സങ്കല്പിക്കാവുന്നത്ര വ്യാഖ്യാനങ്ങൾ ഈശോ എന്ന പ്രതിഭാസത്തിന് നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യബുദ്ധിക്ക് മുന്നിൽ ശാന്തമായ ഒരു വെല്ലുവിളിയായി അതിപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ജീവിതകാലത്ത് മനുഷ്യൻ അംഗീകരിക്കാൻ വൈമുഖ്യം കാണിച്ച അടയാളമായിരുന്ന ഈശോ 19 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ തുടരുന്നു. ആ ജീവിതവും പ്രബോധനങ്ങളും നിരന്തരമായ പര്യവേക്ഷണങ്ങളുടെ പ്രമേയമാണ്. ലോകചരിത്രത്തിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമില്ലെന്ന് തന്നെ പറയാം. ഓരോ വർഷവും എന്തിന് ഓരോ മാസവും ഈശോയെക്കുറിച്ച് പുതിയൊരു പുസ്തകം പുറത്തിറങ്ങുന്നുണ്ട്. ആ വ്യക്തിത്വത്തെ കൂടുതൽ മനസ്സിലാക്കാനായാലും ആ ജീവിതത്തെ നിഷേധിക്കാനായാലും ചരിത്രകാരന്മാരും വിമർശകരും ആ വ്യക്തിത്വത്തിലേക്ക് എന്തെന്നില്ലാതെ ആകർഷിക്കപ്പെടുന്നുവെന്നത് ഒരു വസ്തുതയാണ്. ഈശോയുടെ നേരെ മനുഷ്യർക്കുള്ള മനോഭാവം സ്നേഹമായാലും തിരസ്കാരമായാലും ഇത്രയധികം ബുദ്ധിമാന്മാരെ ആകർഷിക്കുന്ന ആ വ്യക്തിത്വത്തിൽ അസാധാരണമായോ എന്തോ ഒന്നുണ്ട്. തീർച്ച. ഈ വസ്തുത തന്നെ ആ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന അനിഷേധ്യമായ ഒരു സാക്ഷ്യമാണ്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് യുക്തിസഹമായ വിശദീകരണങ്ങൾ നൽകാനുള്ള ക്രൈസ്തവേതര പണ്ഡിതന്മാരുടെ ശ്രമങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മാർക്കസ് ഒറേലിയൂസിൻ്റെ കാലത്ത് AD 180-ാം ആണ്ടിനോടടുത്ത് റോമിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവ വിശുദ്ധനായ സെൽസസ് സുവിശേഷത്തിലെ ചില വാക്യങ്ങളും യഹൂദരുടെ ഐതിഹ്യങ്ങളും കൂട്ടിക്കലർത്തി ഈശോ എത്രമാത്രം അപഹാസ്യനാണെന്ന് വരുത്തിവെക്കാൻ വളരെയേറെ പണിപ്പെടുകയുണ്ടായി. എന്ത്? ഒരു ദൈവം ദീനമായി വിലപിക്കുകയും കുരിശിൽ അതിദാരുണമായി വധിക്കപ്പെടുകയും ചെയ്യാൻ അനുവദിക്കുകയോ? ഇല്ല. അധികാരമോഹിയായ ഒരു സാഹസികൻ എന്ന് അയാളെ വിളിച്ചുകൊള്ളൂ. പക്ഷേ അയാൾ ദൈവമാണെന്നു മാത്രം പറയരുത്. അയാളുടെ തനിനിറം വെളിപ്പെട്ടപ്പോൾ ശിഷ്യന്മാർ അയാളെ വിട്ടുപോയി. ഉയിർപ്പിൻ്റെ കഥയാണെങ്കിൽ ആർക്കും ഒരെത്തുംപിടിയും കിട്ടാത്ത ഏതോ ഭ്രാന്തഭാവനയുടെ സങ്കല്പം എന്നാണ് സെൽസസ് വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. 4-ാം വായന. മുസ്ലിം ക്രിസ്ത്യൻ ഡയലോഗ്. അധ്യായം 6-ൽ നിന്ന് ക്രൈസ്തവ മുസ്ലിം സംവാദം. മുസ്ലിം ക്രൈസ്തവ ബന്ധങ്ങൾ ഭാരത ഭാവിയെ കാര്യമായി സ്പർശിക്കാൻ പോരുന്നതാണ്. കാരണം
രണ്ടും വളരെ സുനിശ്ചിതമായ വിശ്വാസ സംഹിതകളും സമൂഹഘടനയും ആഗോള വ്യാപകമായ സാമൂഹ്യ ബന്ധങ്ങളുമുള്ള മഹത് പ്രസ്ഥാനങ്ങളാണ്. രണ്ടും ന്യൂനപക്ഷ താൽപ്പര്യങ്ങളാൽ പരസ്പര ബന്ധിതമാണ്. മുസ്ലിം ക്രൈസ്തവ സംവാദം മുഹമ്മദിൻ്റെ കാലത്തു തന്നെ ആരംഭിച്ചു. മുഹമ്മദ് നബിയുടെ തന്നെ ഭാര്യമാരിൽ ഒരാൾ കോപ്റ്റ് ക്രിസ്ത്യാനിയായ ഒരു യുവതിയായിരുന്നു. ഇന്നത്തെ യമൻ്റെ വടക്കുഭാഗത്ത് നജ്മാൻ എന്ന ഒരു ക്രൈസ്തവ രാജ്യം അന്നുണ്ടായിരുന്നു. അവരുമായി മുഹമ്മദ് ഒരു പരസ്പര സംരക്ഷണ ഉടമ്പടി ചെയ്ത സംഭവം 1-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ക്രൈസ്തവർക്ക് മെക്കായിലെ മോസ്കിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതായ ഹദീത്ത് നാം കാണുന്നു. അങ്ങനെ ആരംഭകാലം മുതൽ തന്നെ ക്രൈസ്തവ വിശ്വാസവുമായി മുഹമ്മദ് ബന്ധപ്പെട്ടിരുന്നു. പല കാരണങ്ങളാലും ക്രൈസ്തവരുമായി സ്നേഹബന്ധത്തിലാണ് മുഹമ്മദ് കഴിഞ്ഞിരുന്നതെന്ന് നമുക്ക് കാണാം. ഖുർആൻ 5:82-83 എന്നു തന്നെയല്ല, ക്രൈസ്തവരോട് പ്രത്യേകമായ ഒരു അനുഭാവം പ്രദർശിപ്പിക്കണമെന്ന് ഖുർആനിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഖുർആൻ 3:113-114. മുഹമ്മദ് നബിക്ക് മുൻപ് ദൈവം അയച്ചിട്ടുള്ള പ്രവാചകരിൽ ഏറ്റവും വലിയവൻ ഈസാ നബിയാണ് എന്നും ഖുർആൻ പ്രഖ്യാപിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഈസാ നബിയിലുള്ള വിശ്വാസം ഇസ്ലാമിൻ്റെ പൈതൃകത്തിൽപ്പെടും. ദൈവം ഈസാ നബിയിലൂടെ സംസാരിച്ചു എന്ന് എല്ലാ മുഹമ്മദീയരും അംഗീകരിക്കുന്നു. അതേപ്പറ്റി ശ്രീ റഹിമാന്റെ ഉദ്ധരണി മുൻപ് നൽകിയതാണല്ലോ. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള 1,20,000-ൽ പരം പ്രവാചകന്മാരിൽ മുസ്ലിമുകൾ നിർബന്ധമായും വിശ്വസിക്കുന്നു. പ്രവാചക ചങ്ങലയുടെ ഒരു കണ്ണിയാണ് ഈസാ നബി. ഇത്രയൊക്കെ ആണെങ്കിലും ആരംഭം മുതൽ ക്രൈസ്തവ വിശ്വാസത്തോട് ഇസ്ലാം ബോധപൂർവമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദിനെ ക്രിസ്തുമതവുമായുള്ള വ്യക്തിപരമായ പരിചയം ക്രൈസ്തവരുടെ മുഖ്യധാരയിൽ നിന്ന് വ്യത്യസ്തമായ ക്രൈസ്തവ ഗ്രൂപ്പുകളോടായിരുന്നു. ബൈസൻ്റെയിൽ ലോകത്തിൻ്റെ പാർശ്വപ്രാന്തങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന അറേബ്യൻ മരുഭൂമിയിലെ ബെഡുയിൻകാരുടെ ഇടയിലാണ് നബി ജീവിച്ചത്. ക്രൈസ്തവ ലോകത്തെയും ക്രൈസ്തവ പഠനങ്ങളെയും ക്രിസ്തുവിനെയും സംബന്ധിച്ച ആധികാരിക പാരമ്പര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് സുവിശേഷങ്ങളിലെ ഈശോയെയല്ല, അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലെ ഈശോയെയാണ് മുഹമ്മദ് നബി കണ്ടുമുട്ടിയത്. അപ്പോക്രിഫകൾ പറയുന്ന പല സംഗതികളും ചില ക്രൈസ്തവ ഗ്രൂപ്പുകളുടെ നാടോടി വിശ്വാസങ്ങളും ക്രൈസ്തവ ആശയങ്ങളും കൂടിച്ചേർന്ന് ഭാവനയിൽ വിരിഞ്ഞ വികലമായ സങ്കല്പങ്ങളായിരുന്നു. അവ ഖുർആനിൽ തന്നെ ആവർത്തിക്കപ്പെടുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുഹമ്മദിന് ക്രൈസ്തവ സിദ്ധാന്തങ്ങളുമായി പരോക്ഷമായ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന്. മുഹമ്മദിന് ക്രിസ്തു ആരാണ്? പക്ഷേ ഇവയെക്കാളുമേറെ അഗാധ തലത്തിലുള്ളതാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ നബിയുടെ തെറ്റിദ്ധാരണ. താൻ അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്ന മുഹമ്മദിന് ഈസാ നബിയെ മറ്റൊരു വിധത്തിൽ വീക്ഷിക്കാൻ സാധ്യമല്ലായിരുന്നു എന്നതാണ് പ്രശ്നത്തിന്റെ കാതൽ. ക്രൈസ്തവർ വിശ്വസിക്കുന്ന അർത്ഥത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള ആശയത്തോട് മുഹമ്മദ് വളരെ ശക്തിയായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുറാനിൽ പലയിടത്തായി കൊടുത്തിട്ടുള്ള ആ ആശയത്തെ മിസ്റ്റർ A.M. റഹിമാൻ ഒരു സാമാന്യ അഭ്യസ്തവിദ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് പരാമർശിക്കുന്നത് ഇവിടെ ഉദ്ധരിക്കാം. നിങ്ങൾ പേർ വിളിക്കുന്ന യേശു, നിങ്ങൾ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന യേശു യഥാർത്ഥത്തിൽ ദൈവവുമല്ല ദൈവപുത്രനുമല്ല, ദൈവദാസനും പ്രവാചകനുമാണ്. ഇസ്ലാമിലെ പ്രവാചകന്മാരിൽ ഒരാൾ, അന്ത്യപ്രവാചകന് മുമ്പ് വന്നുപോയ പ്രവാചകൻ. നിങ്ങൾ പറയുന്ന യേശുക്രിസ്തു ക്രിസ്തുമത സ്ഥാപകനാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. അത് നിങ്ങളുടെ വാദം. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു മതസ്ഥാപകനല്ല. അദ്ദേഹം പ്രബോധനം ചെയ്തതും പ്രചരിപ്പിച്ചതും ഇസ്ലാം മതം തന്നെയാണ്.
ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പ്രകൃതി മതമായ ഇസ്ലാം പ്രവാചകരാണ്. ഇസ്ലാം ആകട്ടെ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച മത സംഹിതയുമാണ്. വീണ്ടും മുമ്പ് സൂചിപ്പിച്ചല്ലോ, ക്രിസ്തു മതം സ്ഥാപിച്ചത് ഈസാ നബി അല്ല, അദ്ദേഹത്തിന്റെ കാലശേഷം അനുയായികളെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ചിലരായിരുന്നു. അതുപോലെ യഹൂദമതം സ്ഥാപിച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മൂസ പ്രവാചകൻ അല്ല. യഹൂദമത സ്ഥാപനവും അദ്ദേഹത്തിന്റെ മരണശേഷം ഉണ്ടായതായിരിക്കാം. ചുരുക്കത്തിൽ ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും ഇസ്ലാം മത തത്വങ്ങളും പ്രയോഗങ്ങളും മാത്രമാണ് പ്രബോധനം ചെയ്ത് നടപ്പിലാക്കിയത്. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയോടുകൂടി പ്രവാചകത്വം അവസാനിച്ചു. ഇദ്ദേഹത്തിന് ശേഷം ഇനി ആരും തന്നെ പ്രവാചകനായി വരില്ല. അഥവാ വന്നിട്ടുണ്ടെങ്കിൽ കള്ളപ്രവാചകന്മാരായിരിക്കും. ഏകദൈവം, ഏകമതം, ഏക മാനവരാശി, ഇതത്രേ ഇസ്ലാമിന്റെ തത്വസംഹിത. തന്നിലൂടെ ദൈവമാണ് സംസാരിക്കുന്നതെന്ന് വിശ്വസിച്ച മുഹമ്മദിന്റെ വിശ്വാസാനുഭവം ലോകമെങ്ങുമുള്ള അനേക കോടി മുസ്ലിമുകൾക്ക് അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉറവിടമായിരുന്നിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളും അതിലൂടെ പരക്കാനും ഇടയായിട്ടുണ്ടെന്നത് ഖേദകരമാണ്. ക്രൈസ്തവ വിശ്വാസികളോട് ഒരു സദ്മനോഭാവം ഖുർആൻ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള വികലമായ അഭിപ്രായങ്ങൾ ഖുർആനിൽ തന്നെ എഴുതപ്പെട്ടത് ക്രൈസ്തവ മതവും ഇസ്ലാമും തമ്മിൽ മധ്യശതകങ്ങളിൽ നടന്നിട്ടുള്ള വർഗീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യാനികൾക്കെതിരായ ആയുധങ്ങളായി തീർന്നിട്ടുണ്ട്. പ്രവാചകരിലൂടെ നൽകപ്പെട്ട വെളിപാട് ക്രൈസ്തവർ വളച്ചൊടിച്ചു എന്ന ആരോപണം ക്രൈസ്തവർക്കെതിരായുള്ള യുദ്ധങ്ങളിൽ മുസ്ലിം പടയാളികൾക്ക് ആവേശം പകർന്ന ഒരു ചിന്തയായി തീർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പല കെട്ടുകഥകളും പ്രചരിക്കുവാൻ ഇടയായിട്ടുമുണ്ട്. ക്രിസ്തു മുസ്ലിമിന് ആരാണ്? ഈ പറഞ്ഞവയുടെ വെളിച്ചത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. മുഹമ്മദ് നബി തൻ്റെ പ്രവചനത്തിൽ ഏകദൈവത്തെ മാത്രം ആരാധിക്കണമെന്നും വിഗ്രഹാരാധന നിരാകരിക്കണമെന്നും ആഹ്വാനം ചെയ്യുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മുഖ്യധാരയുമായി സമ്പർക്കം പുലർത്താൻ നബിക്കു സാധിച്ചില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ സംബന്ധിച്ച ക്രൈസ്തവ വിശ്വാസങ്ങളെ അപലപിക്കുന്ന നബിയുടെ പ്രവചനങ്ങളെ അതനുസരിച്ച് വേണം വിലയിരുത്താൻ. മുസ്ലിം ക്രൈസ്തവ മൈത്രിയുടെ പ്രാധാന്യവും സത്യനിഷ്ഠയും പരിഗണിച്ച് ഇതുവരെ പറഞ്ഞവയിൽ നിന്ന് ചില പ്രായോഗിക നിഗമനങ്ങൾ എടുക്കാമെന്ന് തോന്നുന്നു. ഒരു മുസ്ലിം ആയിരുന്നുകൊണ്ട് തന്നെ ഒരാൾക്ക് ക്രിസ്തു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കാൻ പറ്റുകയില്ലെന്നത് ശരി. പക്ഷേ സുവിശേഷങ്ങൾക്ക് ചരിത്ര മൂല്യമില്ലെന്നും ക്രൈസ്തവർ അതിൽ അയഥാർത്ഥമായ കെട്ടുകഥകൾ എഴുതി ചേർത്തുവെന്നുമുള്ള ആരോപണങ്ങൾ മുസ്ലിമുകൾ ഇന്നും ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഈസാ നബിയെ ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മുസ്ലിമുകൾ സുവിശേഷങ്ങൾ ആദരപൂർവം പഠിക്കേണ്ടതാണെന്ന് മുസ്ലിം വിശ്വാസികളെ പ്രതിബോധിപ്പിക്കുവാൻ മടിക്കണമോ? ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി ബന്ധപ്പെട്ടു ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ് അനുഭവിച്ചതിൻ്റെ ഫലമായി ക്രിസ്തുവിനെ രക്ഷകനായി ആശ്ലേഷിക്കുവാൻ ഒരു മുസ്ലിം സന്നദ്ധനായാൽ അത് ഇസ്ലാമിനോടുള്ള അപരാധമായി വീക്ഷിക്കണമെന്നുണ്ടോ? വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ദൗത്യമെങ്കിൽ ഈ മാനസാന്തരത്തെ വിശ്വാസത്തിലേക്കുള്ള വളർച്ചയായി വീക്ഷിക്കുവാനുള്ള സൗമനസ്യം മുസ്ലിം സമൂഹത്തിൽ വളർത്തുവാൻ യഥാർത്ഥ മുസ്ലിം വിശ്വാസികൾ പരിശ്രമിക്കേണ്ടതല്ലേ? മുഹമ്മദ് നബി താനാണ് പരമസത്യമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. നബി തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഈസാ നബി തന്നേക്കാൾ വലിയവനും
അന്ത്യനാളിൽ വീണ്ടും വരാനിരിക്കുന്നവനുമാണെന്ന്. തനിക്ക് മുമ്പ് വന്ന പ്രവാചകനാണ് ഈസാ നബിയെന്ന് അംഗീകരിക്കുന്ന നബി സ്വയം ദിവ്യത്വം അവകാശപ്പെട്ടില്ല. എന്നാൽ ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് വഴി എന്നും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് പോവുകയില്ല എന്നും ഈശോ അരുളി ചെയ്തിരിക്കുന്നു. മുൻഖണ്ഡികയിൽ സൂചിപ്പിച്ചതുപോലെ സുവിശേഷങ്ങളിൽ തെളിയുന്ന ക്രിസ്തുവിൻ്റെ ഈദൃശ വ്യക്തിത്വം ചില ശിഷ്യന്മാർ മെനഞ്ഞെടുത്തതാണെന്നുള്ള സങ്കല്പം ഏതു നിലയിൽ നോക്കിയാലും അടിസ്ഥാനരഹിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. അപ്പോൾ മുഹമ്മദ് നബിയിലൂടെ ഒരാൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ അത് വിശ്വാസം തേടുന്ന വിശ്വാസം എന്ന നിലയിൽ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത്. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക നമോ. ക്രിസ്തുയേശു ദൈവസൂനു പരിത്രാണക